നമസ്കാരം. പുതിയൊരു അധ്യായത്തിലേക്ക് സ്വാഗതം. ജ്യോതിഷ സംബന്ധമായ വാർത്തകൾ അറിയാൻ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു വെക്കുക. ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് ഈ ശനിയാഴ്ച സെപ്റ്റംബർ 7 ശനിയാഴ്ച വിനായക ചതുർത്ഥിയാണ്. ഇനിയും പറയാൻ പോകുന്ന നക്ഷത്രക്കാർക്ക് നേട്ടത്തിൻ്റെ കാലമാണ്. സെപ്റ്റംബർ 7 ശനിയാഴ്ചയാണ് ഈ വർഷത്തെ വിനായക ചതുർത്ഥി വരുന്നത്. ജ്യോതിഷപ്രകാരം ചില നക്ഷത്രക്കാർക്ക് ഇത് നേട്ടത്തിൻ്റെ സമയമാണ്. അത്തരത്തിൽ ഗുണവും ഐശ്വര്യവും ഉണ്ടാക്കുന്ന നക്ഷത്രങ്ങൾ ഏതെല്ലാമെന്ന് നമുക്ക് നോക്കാം. ഗണേശ ഭഗവാന് വിശേഷപ്പെട്ട ദിവസമാണ് വിനായക ചതുർത്ഥി. ഭഗവാൻ ഏറെ സന്തോഷവാനായ ദിവസം, നമ്മളെ കാണാനായി ഭഗവാൻ വരുന്ന ദിവസം കൂടിയാണ് വിനായക ചതുർത്ഥി. സെപ്റ്റംബർ 7 ശനിയാഴ്ചയാണ് 2024 വിനായക ചതുർത്ഥി. ഇതോടനുബന്ധിച്ച് 7 നക്ഷത്രക്കാർക്ക് ഏറെ അനുഗ്രഹം ഉണ്ടാകും. ഭഗവാൻ ഇവരെ അനുഗ്രഹിക്കും. ഈ നാളുകാർ വീട്ടിലുണ്ടെങ്കിൽ തന്നെ ഐശ്വര്യമുണ്ടാകും. ഈ നാളുകാർ വിനായക ചതുർത്ഥി ദിവസം അമ്പലത്തിൽ പോയി പ്രാർത്ഥിക്കുന്നത്, ക്ഷേത്രദർശനം ഒക്കെ നടത്തുന്നത് നല്ലതായിരിക്കും. ഉത്രട്ടാതി നക്ഷത്രം, ഇതിലാദ്യം വരുന്നത് ഉത്രട്ടാതി നക്ഷത്രമാണ്. ഇവർക്ക് ജീവിതത്തിലേക്ക് ഭഗവത് ചൈതന്യം വന്നിറങ്ങുന്നതാണ്. ഇവർ ഇപ്പോൾ പ്രതിസന്ധി ഘട്ടങ്ങളിലൂടെയാണ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. അതിൽ നിന്നുള്ള മാറ്റമാണ് വിനായക ചതുർത്ഥിയോടുകൂടി വരുന്നത്. തടസ്സങ്ങൾ മാറുന്നു, സർവ്വ ഐശ്വര്യവും ഉണ്ടാകുന്നു, കടങ്ങൾ ഒരു വലിയ പരിധി വരെ തീർക്കാൻ സാധിക്കും. അടുത്ത നക്ഷത്രം തൃക്കേട്ടയാണ്. എത്ര കഷ്ടപ്പെട്ടാലും അധ്വാനിച്ചാലും സ്വസ്ഥതയില്ലാത്ത അവസ്ഥയാണ് ഇവർക്ക് ഉണ്ടായിരുന്നത്. ഇതിൽ നിന്നൊക്കെ മാറ്റം വരുന്ന ഒരു സമയമാണ് വിനായക ചതുർത്ഥി മുതൽ. ഇവരുടെ ജീവിതത്തിൽ ഭഗവാൻ സർവ്വ ഐശ്വര്യങ്ങളും നിറയ്ക്കുന്നു. അടുത്തത് പൂരാടം. പൂരാട നക്ഷത്രമാണ് അടുത്തത്. ഇവർക്ക് പഴികളും മറ്റും കേൾക്കുന്ന സമയത്തിലൂടെയാണ് കടന്നു പോയിക്കൊണ്ടിരുന്നത്. കുറ്റപ്പെടുത്തലുകളും പരിഹാസവും സഹിച്ചു പോകുന്ന അവസ്ഥയിലൂടെ ആണ് ഇവർ കടന്നു പോയിക്കൊണ്ടിരുന്നത്. ഇവരുടെ ജീവിതത്തിൽ സകല ദുഃഖങ്ങളും ദുരിതങ്ങളും അവസാനിക്കുന്ന സമയമാണ് വരുന്നത്. ജീവിതത്തിൽ ഭാഗ്യവും ഐശ്വര്യവും വർദ്ധിക്കുന്നു. സാമ്പത്തിക പുരോഗതി, തൊഴിൽ നേട്ടം എന്നിവയും നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. അടുത്തത് ഉത്ര നക്ഷത്രം. ഉത്ര നക്ഷത്രക്കാർക്ക് മുടങ്ങിക്കിടന്നിരുന്ന പല കാര്യങ്ങളും നല്ല രീതിയിൽ നടക്കുന്ന ഒരു സമയമാണ് വിനായക ചതുർത്ഥി മുതൽ. ഇവർക്ക് അസ്വസ്ഥതകളെല്ലാം മാറി ഒരു സമാധാനം കൈവരുന്നു. വിനായക ചതുർത്ഥിയോടുകൂടി ഇവരുടെ ജീവിതത്തിൽ നല്ല കാര്യങ്ങൾ വന്നു ചേരുന്നു. ദോഷങ്ങൾ മാറുന്നു, തടസ്സങ്ങൾ നീങ്ങി കാര്യം സാധ്യമുണ്ടാകുന്നു. രക്ഷപ്പെടാൻ പോകുന്ന നാളുകാരാണ് ഇവർ. മുടങ്ങിക്കിടന്നിരുന്ന പല കാര്യങ്ങളും തടസ്സങ്ങളൊക്കെ നീങ്ങി കാര്യങ്ങളെല്ലാം നല്ല രീതിയിൽ ചെയ്യാൻ നിങ്ങൾക്ക് സാധിക്കുന്നതാണ്. അടുത്തത് അത്തം നക്ഷത്രം. ഭഗവാന്റെ ജന്മനക്ഷത്രമാണ് അത്തം. ഇവർക്ക് സൗഭാഗ്യം വരുന്ന സമയമാണ്. വിനായക ചതുർത്ഥി മുതൽ ഇവർക്ക് നല്ല കാലം വരുന്നു. ഇവരുടെ മനസ്സിൽ ഏറെ മാനസിക ക്ലേശം അനുഭവിക്കുന്നു. അത്രയ്ക്ക് മോശം അനുഭവങ്ങളാണ് കുറേ കാലമായി ഇവർ അനുഭവിച്ചു കൊണ്ടിരുന്നത്. ജീവിതത്തിൽ സുഖവും സമൃദ്ധിയും വരുന്ന കാലഘട്ടമാണ് ഇനിയും വരാൻ പോകുന്നത്. ഇവർ നന്നായി നല്ല രീതിയിൽ ചിന്തിച്ച് കാര്യങ്ങൾ ചെയ്യാൻ ഇവർക്ക് മനസ്സിന് ധൈര്യം വന്നു ചേരും. മാനസിക സന്തോഷത്തിന് ഇനി അങ്ങോട്ട് നല്ല അവസരം ഉണ്ടാകും. അടുത്തതാണ് അനിഴ നക്ഷത്രം. അനിഴം നക്ഷത്രക്കാർ നല്ല കാലത്തിലൂടെയാണ് ഇനി കടന്നു പോകാൻ പോകുന്നത്. ഇവരുടെ മനസ്സിലെ ദുഃഖങ്ങളും പ്രയാസങ്ങളും എല്ലാം മാറുന്ന കാലമാണ്. ചതുർത്ഥി കഴിയുമ്പോൾ എല്ലാം ശരിയാകുന്നതാണ്. സർവ്വ ഐശ്വര്യമുണ്ടാകും. ഇവരുടെ മനപ്രയാസത്തിന് പരിഹാരമുണ്ടാകും. കഷ്ടകാലത്തിന് അവസാനമുണ്ടാകും. സാമ്പത്തിക നേട്ടം ഉണ്ടാകും. കടങ്ങൾ വീട്ടാൻ നിങ്ങൾക്ക് സാധിക്കുന്നതാണ്. ബന്ധങ്ങളിൽ ഉണ്ടായിരുന്ന പ്രശ്നങ്ങൾ, അതായത് ബന്ധുമിത്രാദികളിൽ നിന്ന് നിങ്ങൾക്കുണ്ടായിരുന്ന പ്രശ്നങ്ങളൊക്കെ അവസാനിക്കും. അടുത്തത് ചിത്തിര നക്ഷത്രം. ചിത്തിര നക്ഷത്രക്കാർക്ക് നല്ല കാലമാണെങ്കിലും എല്ലാ കാര്യങ്ങളിലും ഒരു പ്രവർത്തനം, ഒരു ഉന്മേഷമില്ലായ്മ, മന്ദീഭവിച്ച് കാര്യങ്ങൾ ചെയ്യുന്ന ഒരു അവസ്ഥയിലൂടെ ആയിരുന്നു ഇവർ കടന്നു പോയിക്കൊണ്ടിരുന്നത്. എന്നാൽ വിനായക ചതുർത്ഥിയോട് അനുബന്ധമായി ഭഗവത് ചൈതന്യം ഇവരുടെ ജീവിതത്തിൽ വന്നു ചേരുകയും അതിനൊക്കെ ഒരു മാറ്റങ്ങൾ ഉണ്ടാവുകയും ചെയ്യും. ഇവരുടെ ജീവിതത്തിൽ ഐശ്വര്യം വാനോളം ഉയരും.
വിനായക ചതുർത്ഥി ദിനത്തിൽ ഇവർ എന്തായാലും വിനായക ഭഗവാനെ ഭജിച്ച് ക്ഷേത്ര ദർശനം നടത്തി, ഗണപതി ക്ഷേത്ര ദർശനമൊക്കെ നടത്തി വഴിപാടുകളൊക്കെ നടത്തുന്നത് നല്ലതാണ്. ഇത്രയും നക്ഷത്രക്കാർക്കാണ് വിനായക ചതുർത്ഥിയോടുകൂടി നേരത്തെയുള്ള കാലങ്ങളിൽ നിങ്ങൾ അനുഭവിച്ചു വന്ന കുറച്ച് ബുദ്ധിമുട്ടുകൾക്കും കുറച്ച് കഷ്ടപ്പാടുകൾക്കും ഒരു മാറ്റം വരാൻ പോകുന്നത്. ഈ മേൽപ്പറഞ്ഞ നക്ഷത്രക്കാർ എല്ലാം തന്നെ ഗണപതി ക്ഷേത്രത്തിൽ ദർശനം നടത്തി ഗണപതി ഭഗവാനെ പ്രാർത്ഥിക്കുന്നത് നിങ്ങൾക്ക് ഗണപതി ഭഗവാന്റെ അനുഗ്രഹവും ഇഷ്ടവുമൊക്കെ നിങ്ങൾക്ക് നേടിയെടുക്കാൻ സാധിക്കും. ഇതിലൂടെ നിങ്ങൾക്ക് ഐശ്വര്യവും സമാധാനവും സമ്പത്തുമൊക്കെ വന്നു ചേരുന്നതായിരിക്കും. ജ്യോതിഷ സംബന്ധമായ ഇനിയുള്ള വീഡിയോകൾ വേഗത്തിൽ കാണാൻ മറക്കാതെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു അധ്യായമായിട്ട് ഉടനെ തന്നെ കാണാം.